രാവിലെ അച്ഛനും മോളും പോകാനുള്ള തത്രപ്പാട്ടിലാണ്. മാളൂട്ടി അംഗൻവാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ണനോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. വരുമ്പോഴും പോകുമ്പോഴും കണ്ണനോട് പറഞ്ഞിട്ടേ അവൾ ഇരിക്കാറുള്ളൂ. അച്ഛൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അവൾ. ബാഗൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ബാഗ് പിന്നെ ഞാൻ ചുമക്കേണ്ടി വരും. അച്ഛന് 10 മണി ഡ്യൂട്ടി ആയതുകൊണ്ട് ഞങ്ങളെ അവിടെ വരെ അംഗൻവാടിയിൽ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ടാണ് അച്ഛൻ പോകുന്നത്. അതുകൊണ്ട് നടക്കാതെ പോകാം. വഴിയിലെത്തിക്കഴിഞ്ഞാൽ കക്ഷി നടക്കത്തേ ഇല്ല, ഞാൻ എടുത്തുകൊണ്ട് തന്നെ പോകേണ്ടി വരും. അങ്ങനെ വണ്ടി മേളിലാണ്. ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഒരു ചേട്ടൻ വന്നായിരുന്നു, അതിലെ വഴിയെ പോയായിരുന്നു. മാളൂനോട് വിശേഷമൊക്കെ തിരക്കി ആ ചേട്ടൻ അങ്ങ് പോയി. അച്ഛൻ വണ്ടി എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് വണ്ടിയുടെ ടയർ പഞ്ചറായെന്ന് അറിയുന്നത്. വൈകുന്നേരം വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്തോ രാവിലെ എടുത്തപ്പം ടയർ പഞ്ചറായിട്ടിരിക്കുകയാണ്. അച്ഛനാകെ ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യും എന്ന് അറിയാണ്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛൻ അങ്ങനെയാണ്, മാളൂട്ടിയുടെ അച്ഛൻ അങ്ങനെയാണ്. ഇനി എന്നാ ചെയ്യും എന്നുള്ള ചിന്തയിലാണ്. ഇനി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കത്തേ ഇല്ല. അപ്പോഴാണ് ഞാൻ അടുത്തൊരു ഓട്ടോക്കാരൻ ചേട്ടനെ വിളിച്ച് വർക്ക്ഷോപ്പിൽ ആളെ കൂട്ടിക്കൊണ്ട് വന്ന് ടയർ മാറ്റിയിട്ടു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങൾ അംഗൻവാടിയിലേക്ക് അച്ഛൻ ഞങ്ങളെ കൊണ്ടാക്കുകയാണ്. അംഗൻവാടിയിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ച് കയറ്റമാണ്. മാളൂട്ടി നടുക്കിരിപ്പുണ്ട്. പിന്നെ അംഗൻവാടിയുടെ അടുത്തെത്തി. പിന്നെ അച്ഛൻ്റെ മോളുടെ ഒരു സ്നേഹപ്രകടനമുണ്ട്, എപ്പോഴും ഉള്ളതാണ്. എന്നാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ രണ്ടും കീരിയും പാമ്പുമാണ്. ആ കാണുന്നതാണ് അംഗൻവാടി. അവളെ കൊണ്ടാക്കി ഞാൻ തിരിച്ച് പോകുന്നു. എന്നെ പകുതി വഴിക്ക് അച്ഛൻ കൊണ്ടുവിടും. അപ്പോൾ പിന്നെ അവിടെ വരെ നടക്കാതെ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അച്ഛന് സമയം പോയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്. അച്ഛനെ പകുതി വഴിക്ക് ഇറക്കി വിട്ടു. അച്ഛനങ്ങ് പോയി. പിന്നെ വീട്ടിലേക്ക് കുറച്ച് നടക്കാറുണ്ട്. ഇതാണ് നമ്മുടെ വഴി. ഈ വഴി കുറച്ച് മോശം വഴിയായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാ വഴിയും ടാറൊക്കെ ചെയ്തു. ഞങ്ങളുടെ മെമ്പർ സൂപ്പറാണ്. അങ്ങനെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വഴി. ഇത് നമ്മുടെ വീടിൻ്റെ മേൽഭാഗത്തുള്ളൊരു വഴിയാണ്. ഇത് പൈനാപ്പിൾ കൃഷിയാണ് ഇവിടെ നിറയും നട്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ മലയൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. വെട്ടവും വെളിച്ചമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇത് നമ്മുടെ അടുത്തൊരു ചേട്ടൻ്റെ ചെറിയൊരു കൃഷിയിടമാണ്. വാഴ, മാവ്, അങ്ങനെ പലതരം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പാവലൊക്കെ നട്ടിട്ടുണ്ട് ചേട്ടൻ. ആ കാണുന്ന കെട്ടിടം അതാണ് മരങ്ങാട്ടുപള്ളി ലേബറിൻ്റെ ആണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മലയിൽ ദൂരെ കുറേ വീടുകളൊക്കെ ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് നമ്മുടെ ഗുഴവൂര് കോളേജും +2. അതിനോടനുബന്ധിച്ച് കുറച്ച് കെട്ടിടങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഈ പൈനാപ്പിൾ കൃഷി നടന്നതുകൊണ്ട് എല്ലാ മരങ്ങളും അവർ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് അത്രയും നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണിക്കൊന്നയാണ്. നിറയെ പൂവിട്ടിട്ടുണ്ട്. വിഷു ആകുമ്പോഴത്തേക്കും പൂ കാണുമോ എന്നറിയത്തില്ല. ഇത് നമ്മുടെ വീടിൻ്റെ ഇവിടെയുള്ളൊരു എരിക്കാണ്. നിറയെ പൂവുണ്ട്. ഇത് നമ്മുടെ മുരിങ്ങയാണ്. അപ്പം ഇലയൊക്കെ കിളുത്ത് വരുന്നുണ്ട്. നമ്മുടെ മാവാണ്. ഈ പ്രാവശ്യം മാങ്ങ വളരെ കുറവാണ്. എന്തോ കേടായി കൊഴിഞ്ഞു പോവാണ്. എന്ത് പറ്റിയെന്നറിയില്ല.
വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. ഒരു ശാന്തം, സ്വസ്ഥം, സമാധാനം എന്നൊക്കെ പറയുന്ന പോലെ കിളികളുടെയും വണ്ടുകളുടെയും ഒക്കെ ചീവീടിൻ്റെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പറ്റുന്നത് ഇവിടെ. ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ളൊരു ചെമ്പരത്തിയാണ്. നമ്മൾ പണ്ട് ആർച്ച് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരുപാട് വളർന്ന് നമ്മളത് വെട്ടിക്കളഞ്ഞു. ഇത് നമ്മുടെ ചെമ്പകം പൂവിട്ടിട്ടുണ്ട്, അത്യാവശ്യം പൂവിട്ടിട്ടുണ്ട്. നമ്മുടെ കണിക്കൊന്നയാണ്. കാറ്റിവിടെ നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കണി വെക്കാൻ നേരത്ത് ഒരു കഷ്ണമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നേ ഉള്ളിപ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.